ഹായ് ഫ്രണ്ട്സ്, ബിസി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തന്തൂരി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് ഫ്രൈ പാനിൽ ഉണ്ടാക്കാം. എളുപ്പം സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വെടുപ്പാക്കി ഇങ്ങനെ എല്ലാ ഭാഗത്തുനിന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ നമുക്കിത്. പിന്നെ ഇതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, ഉപ്പ് നമുക്ക് പാകത്തിന്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂണ്, പിന്നെ തൈര് 1 ടീസ്പൂൺ വേണം, ചെറുനാരങ്ങ നീര് 1 ടീസ്പൂൺ. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് മസാല തയ്യാറാക്കും. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഒരു 2 ടീസ്പൂണ്. നമ്മൾ കാശ്മീരി മുളക് പൊടി എടുക്കുന്നത് നമ്മുടെ ചിക്കനിലേക്ക് നല്ല കളർ കിട്ടാനും പിന്നെ എരിവൊന്നും കുറഞ്ഞു കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാ മുളക് പൊടി എടുക്കുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പകുതി എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഉപ്പ് നമുക്ക് പാകത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കിയിട്ട് നോക്കിയിട്ട് പിന്നെ പോരാ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. തൈര് 1 ടീസ്പൂണ്, അതുപോലെ ചെറുനാരങ്ങ നീര് 1 ടീസ്പൂണ്. ഇതെല്ലാം കൂടി നന്നായി നമ്മൾ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് ഉപ്പൊന്ന് നോക്കാം നമ്മളിതിൽ. അപ്പം നമ്മുടെ ചിക്കനിലേക്കും കൂടി വേണ്ട ഉപ്പ് ആയിട്ടുണ്ടെങ്കിൽ മതിയാക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചിക്കനിലേക്ക് ഇത് നന്നായി ഒന്ന് പരട്ടി കൊടുക്കാം. അപ്പോൾ നന്നായി വരഞ്ഞ് വെച്ചിട്ടുള്ള ഭാഗത്തേക്ക് നന്നായി ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് നന്നായി മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെക്കണം കേട്ടോ. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി ഒന്ന് 3 മണിക്കൂറൊന്ന് ഇത് സെറ്റാവാൻ വേണം. സെറ്റ് ആയതിൻ്റെ ശേഷം വേണം നമുക്കിത് വറുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ 3 മണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. നമുക്ക് തീ കത്തിച്ച് അടുപ്പത്ത് വയ്ക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായതിൻ്റെ ശേഷം വേണം നമുക്ക് ചിക്കൻ ഇട്ടത് 2 ഭാഗം വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ല തീയിൽ തന്നെയാണിത് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ നല്ല തീയിൽ വേവിക്കുന്നത് നമ്മൾ ആദ്യം ആ ചിക്കനെ നന്നായി ആ പുറം ഭാഗം നന്നായി ഒന്ന് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷമാണ് തീ കുറച്ചിട്ടിട്ടൊന്ന് വേവിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഒരു മിനിറ്റിലായിരുന്നു നന്നായി ഒരു ഭാഗം നന്നായിരുന്നു വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിടാം. നമുക്ക് ചിക്കനെ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ 2 ഭാഗം നന്നായി ഇങ്ങനെ പൊള്ളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ചിട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചിട്ട് എല്ലാ ഭാഗവും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയത് മാറ്റാം പാത്രത്തിലേക്ക്. നമ്മുടെ തന്തൂരി ചിക്കന് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പണിയുണ്ട്. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നത് നമ്മളൊരു ചിരട്ട കഷ്ണം ഒന്ന് കത്തിച്ചെടുക്കണം ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ഈ ചിരട്ട ഒന്ന് കത്തിക്കല്. അപ്പോൾ ഈ ചിരട്ട കത്തി കഴിയുമ്പോൾ നമുക്കത് തീ കെടുത്തി കഴിഞ്ഞിട്ട്
ഈ ചിക്കൻ്റെ നടുക്കൊരു പാത്രം വെച്ചിട്ടുണ്ട്, അതിൽ വയ്ക്കുക. എന്നിട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ ആ നല്ല പുക അതിലേക്ക് വരുമ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നന്നായി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നല്ല പുകയൊന്ന് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം പറയാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് ബൈ.